ഭീഷ്മശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിൽ ശാലിനിയാണെങ്കിൽ റൂമിലേക്ക് ഇങ്ങനെ ആകെ വിഷമിച്ച് വന്നിരിക്കുമ്പോൾ രാഘവൻ നായരാണെങ്കിൽ ശിവനെയും കൂട്ടിക്കൊണ്ട് അവരുടെ മുറിയിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ദേ കൈയോടെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്, വഴക്കൊക്കെ മാറ്റി വെച്ച് വല്ലതും മിണ്ടിയും പറഞ്ഞുമൊക്കെ ഇരിക്കുക എന്നിങ്ങനെ പറയുമ്പോൾ തൻ്റെ ഒരു മുറിയിലേക്ക് ശിവനെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ശാലിനി ഇങ്ങനെ അന്തം വിട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. അല്ല, ശിവന് ആകെ ഒരു വല്ലായ്മയും ശിവനത് മനസ്സിലാകുന്നുണ്ട്. രാഘവൻ നായർ ശിവൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. പക്ഷേ കൈയൊന്ന് മാറ്റിയിട്ട് ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് ശിവനാണെങ്കിൽ അങ്ങ് പുറത്തേക്ക് പോകുന്നുണ്ട്, ആ ഒരു സാഹചര്യം മനസ്സിലാക്കിയിട്ട്. പക്ഷേ രാഘവൻ നായർ വിഷ്ണുവിനാണ് കൊണ്ടുവന്നത് എന്നുള്ള രീതിക്കൊക്കെ ശാലിനിയോടൊന്നും സംസാരിക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ ശാലിനി ഇങ്ങനെ വേഷമൊക്കെ മാറിയതിന് ശേഷം ആ ഒരു വിഷ്ണുവിൻ്റെ ഫോട്ടോ നോക്കി ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടി ഈ വീട് ഒരുങ്ങിയിരിക്കുകയാണ്, ഞാനിതിൽ നിന്ന് എങ്ങനെയാണ് കരകയറുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ സങ്കടങ്ങൾ വിഷ്ണുവിൻ്റെ ഫോട്ടോ നോക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് ശാലിനിയാണെങ്കിൽ ആ വിഷ്ണുവിൻ്റെ സാധനങ്ങൾ അടങ്ങുന്ന ആ ഒരു കവർ ഇങ്ങനെ അലമാരയിൽ തിരയുന്നതും അത് എടുക്കുന്നതും ഒക്കെ. പക്ഷേ അതിൽ ആ വിഷ്ണുവിൻ്റെ മാല മാത്രമേ കിട്ടുന്നുള്ളൂ, മുണ്ടും ഷർട്ടും ഒന്നും കിട്ടുന്നില്ല. അന്നേരം ഇതാരായിരിക്കും എടുത്തത് എന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോഴാണ് ശിവനെ ആ ഒരു വേഷമൊക്കെ രാഘവൻ നായർ ഇങ്ങനെ ഇടിയിപ്പിക്കുന്നത് കാണുന്നത്. അത് കാണുമ്പോൾ ശാലിനിക്ക് ആകപ്പാടെ അങ്ങോട്ട് പെരുത്ത് കയറുകയാണ്. ആകപ്പാടെ ദേഷ്യം വന്നിട്ട് രാഘവൻ നായരുടെ മുന്നിൽ വെച്ച് തന്നെ ശാലിനി ആകെ ഷൗട്ട് ചെയ്ത് ശിവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അഴിക്കാനാ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ആ ഷർട്ട് അങ്ങോട്ട് അഴിച്ച് വാങ്ങിക്കാനുള്ളൊരു ശ്രമം തന്നെയാണ്. അന്ന് രാഘവൻ നായർ ഇത് എന്താ മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷെ അത് ശാലിനി മൈൻഡ് ചെയ്യുന്നില്ല. ആകെ ഒരു നിലവിട്ട് തന്നെ ശാലിനിയോട് ശിവനോട് ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് ശിവനാണെങ്കിൽ അതിനേക്കാളും ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ഒരാൾ പറയുന്നു ഇങ്ങനെ ബോധമില്ലാതെ ഒരാളിങ്ങനെ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നു, ശാലിനിയാണെങ്കിൽ ഇങ്ങനെ ആ ഒരു ദേഷ്യവും. അപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് നിൽക്കാനായിട്ട് ശിവന് കഴിയുന്നുമില്ല. ആ ഒരു ദേഷ്യത്തിൽ ശിവനിങ്ങനെ ദേഷ്യപ്പെടുമ്പോഴില്ലേ ചെവിയൊക്കെ ഇങ്ങനെ മൂക്കൊക്കെ ഇങ്ങനെ ആക്കി ശാലിനി ഇങ്ങനെ നോക്കുമല്ലോ, അതേപോലെ ശാലിനിയെ നോക്കി നിൽക്കുകയാണ്. പക്ഷേ ശാലിനിയാണെങ്കിൽ അവിടെ യാതൊരിതും കാണിക്കുന്നില്ല. തൻ്റെ വിഷ്ണുവേട്ടൻ്റെ ഡ്രസ്സ് ശിവനിങ്ങനെ ഇടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് അഴിച്ചു വാങ്ങിക്കാനുള്ള ശ്രമത്തിൽ ആ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിനെ വാങ്ങിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത്. മിക്കവാറും അത് വാങ്ങിക്കുമായിരിക്കും. പക്ഷേ പിറ്റേന്ന് ആ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അവിടെ ആ ഒരുക്കങ്ങൾ നടക്കുക തന്നെ ചെയ്യും. അതിന് മുടങ്ങുന്നത് ആ ഒരു കവറിൽ ആ സാധനങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ. താലിയും മോതിരമൊന്നും കാണില്ലല്ലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഐഡിയ പ്രയോഗിക്കുമായിരിക്കും. അന്നേരം അത് മുടങ്ങുകയായിരിക്കും ചെയ്യുന്നത്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.